ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു അടിപൊളി പൂ പേപ്പർ വെച്ച് ചെയ്തെടുക്കാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. വെള്ളയും മഞ്ഞയും കോമ്പിനേഷനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വെള്ള കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുക്കാം. ഏകദേശം ഈ ഒരു അളവിലുള്ള പീസാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് പൂവിൻ്റെ ഇതളിൻ്റെ വലിപ്പത്തിൻ്റെ ഡബിളാണ് ഈ നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇതൾ ഇത്ര വരും, നമുക്കപ്പോൾ പേപ്പർ ഇത്ര എടുക്കണം. ഇത് മടക്കേണ്ടത് കൊണ്ടാണ്. ഈ ഒരു അളവിൽ ഞാൻ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നേരെ പകുതിക്ക് മടക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് വളരെ അടുത്തടുത്തായിട്ട് അരിയുക. ഒരു 2 മില്ലിമീറ്റർ, ഒരു 3 മില്ലിമീറ്റർ ഗ്യാപ്പിൽ മുറിക്കുക. അതിന് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുള്ളായിട്ട് മുറിക്കരുത്. ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം ബാക്കി വെക്കുക. അപ്പോൾ അതേ അളവിൽ നമുക്ക് ഫുള്ളായിട്ട് മുറിക്കാം. ഈ ഒരു പേപ്പർ മൊത്തം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇതളുകൾ ഒരേ വലിപ്പത്തിൽ മുറിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഇനി നമുക്ക് ഈ യെല്ലോ പേപ്പർ മുറിച്ചെടുക്കാം. ഇതിനേക്കാളും വലിപ്പം കുറവാണ് വേണ്ടത്. ഈ വെള്ള ഇതളിൻ്റെ അകത്തിരിക്കുന്ന പൂമ്പൊടി ഉള്ള ആ സ്ഥലമായിട്ടാണ് നമ്മൾ ഈ മഞ്ഞ പേപ്പർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളേനേക്കാളും സൈസ് കുറച്ച് അളവിൽ കീറിയിട്ട് ഇതേപോലെ മടക്കി മുറിച്ചെടുക്കാം. ശേഷം നമുക്ക് നടുക്ക് മടക്കി കൊടുക്കാം. മുറിക്കുമ്പോൾ ഇതിനേക്കാളും സൈസ് കുറച്ചിട്ട് വേണം മുറിക്കാൻ. ഇതളിൻ്റെ സൈസ് വളരെ അടുത്തടുത്തായിട്ട് മുറിക്കുക. അപ്പോൾ നമ്മൾ രണ്ടും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെക്കണം. വേണ്ടത് ഇത് ഇത്രയും നേരം ഇങ്ങോട്ടായിരുന്നു മടക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി ഒട്ടിക്കണം. ഈ സൈഡിലേക്ക് ചേരുന്ന പോലെ ഒട്ടിക്കണം. ഇങ്ങനെ അപ്പോൾ രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൂവിനൊരു തണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഇതുപോലുള്ള ഒരു പച്ച പീസ് എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു കോണിൽ നിന്നും ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സ്ട്രോ പോലെ ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ മുറിച്ചെടുക്കാം. അതിനുശേഷം അത് ഇതുപോലെ മടക്കാം. ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വിടർത്തുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ശേഷം നമുക്ക് ഈ തണ്ടിലേക്ക് പൂ ഒട്ടിച്ചെടുക്കാം. ഉള്ളിൽ വരുന്ന ഭാഗം ഇതാണ് ആദ്യം ചുറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വൈറ്റ് ലെയർ ചുറ്റാം.